അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ മധുരക്കറിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ തന്നെ മാങ്ങയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പച്ചമാങ്ങ മധുരക്കറിയാണ്. മാമ്പഴക്കാലം ആയതിനാൽ എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 പച്ചമാങ്ങ, 6 ശർക്കര, ഉലുവ, ചുവന്ന മുളക്, ജീരകം, കടുക്, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. എള്ള് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇത് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. എള്ള് ഓരോരുത്തരുടെയും താല്പര്യപ്രകാരം ഉപയോഗിച്ചാൽ മതി. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മാങ്ങയെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ മാങ്ങ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങ വെന്ത് വരാൻ വേണ്ടി ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രവും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. സമയം കൊണ്ട് നമ്മൾ മാറ്റിവെച്ച ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചെടുക്കാം. കൂടാതെ നമുക്ക് നമ്മുടെ എള്ളും വറുത്തെടുക്കാം. ഉലുവയും ജീരകവും ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതിന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ജീരകവും ഉലുവയും നമ്മൾ മാങ്ങയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച എള്ളും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കടുക്, വറ്റൽമുളക് എന്നിവ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നമ്മളൊന്ന് ചട്ടി വെക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് വറുത്തെടുത്ത കടുകും വറ്റൽമുളകും കറിവേപ്പിലയും നമ്മൾ മാറ്റിവെച്ച മാങ്ങയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പച്ചമാങ്ങ മധുരക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പം, ചപ്പാത്തിയോടൊപ്പം, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തിനോടൊപ്പം വേണമെങ്കിൽ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാമ്പഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാമ്പഴമൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.